യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, അതും കൊതിയോടെ. വഴക്കുണ്ടാക്കിയോ ഇഷ്ടമില്ലാതെയോ ഒന്നും വന്നിരിക്കുമല്ല, കൊതിയുള്ളൊരു മനസ്സോടെ. എത്രയോ ആഗ്രഹിച്ചാണെന്നറിയാമോ ഈ പുണ്യഭൂമിയിലേക്ക് ആളുകൾ ഓടിക്കേറി വരുന്നത്. കൊതിയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇന്നൊരുമിച്ച് കൂടുന്നൊരു സമയമാണിവിടെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു സമയമായിരിക്കട്ടെ. ജീവിതത്തിൽ മറന്നു പോകാത്ത വിധത്തിൽ നമുക്കൊരനുഭവം കിട്ടുന്ന, ദൈവത്തിൽ നിന്നൊരു മറുപടി കിട്ടുന്ന ഒരു സമയമായിരിക്കട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സന്തോഷമായിട്ടിരിക്കാം, സമാധാനത്തോടെ ഇരിക്കാം, പ്രതീക്ഷയോടെ ഇരിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം നിങ്ങളെ ഇന്ന് തൊടട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി നിങ്ങളെ ഇന്ന് തൊടട്ടെ. ദൈവത്തിൻ്റെ കണ്ണുകൾ എൻ്റെ അവസ്ഥയെ, എൻ്റെ സാഹചര്യത്തെ കണ്ടോണ്ടായിരിക്കുന്നത്. ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചെറിയൊരു പദ്ധതി ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് പ്രത്യാശയോടെ ഈ വചനം കേൾക്കാം. ബാറൂക്കിൻ്റെ പുസ്തകം, പഴയ നിയമത്തിൽ ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരെ പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി. ഉന്നതി പ്രാപിക്കാതെ എപ്പോൾ? ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ, ഞങ്ങൾ സാധാരണ പോലെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? ഒരാൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, ആ വചനത്തെ ഇഷ്ടപ്പെടുമ്പോൾ, ആ വചനത്തെ സ്നേഹിക്കുമ്പോൾ, ആ വചനം വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി ഉന്നതി പ്രാപിക്കാൻ തുടങ്ങും. ഒരിക്കലും നിലം പറ്റി പോവുകയില്ല, ഒരിക്കലും വീണു പോവുകയില്ല, ഒരിക്കലും തകർന്നു പോവുകയില്ല, ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ. നമ്മളെന്താ ചെയ്യുന്നത്? ദൈവവചനത്തിലെ ഓരോ വാക്കുകൾ അത് എടുത്ത്, അത് അല്പം വിശദീകരിച്ച് ആ ദൈവത്തിൻ്റെ സ്വരത്തെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നതോ ആ വചനം നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന്, യാത്രകളിൽ, എയർപോർട്ടിലിരുന്ന്, റെയിൽവേ സ്റ്റേഷനിലിരുന്ന്, ബസ് സ്റ്റേഷനിലിരുന്ന്, യാത്രകളിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോൾ, ചിലരൊക്കെ പറയും റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ചിലരങ്ങനെ പറയും റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കട ഓപ്പൺ ആക്കിയാൽ ഉടനെ ഡെയിലി ബ്ലെസ്സിങ് അവിടെ പ്ലേ ചെയ്യും, പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുന്നത് ഉന്നതിയാണ്. ഉന്നതി പ്രാപിക്കും. നേരെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ, പ്രാർത്ഥിക്കാതെ, ബുദ്ധിയിലും കഴിവിലും ശക്തിയിലും ആൾബലത്തിലും ആഗ്രഹിച്ചവരൊക്കെയാ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയത്. എത്ര പേരാ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചു, ഒരുപാടൊക്കെ വലിയ വണ്ടിയും വലിയ കെട്ടിടങ്ങളും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ ഒന്നും ആകാതെ, ഒന്നും എത്താതെ, ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ജീവിതത്തിൽ ആരും നിലം പറ്റിപ്പോയിട്ടില്ല കേട്ടോ. ആരും തകർന്നു പോയിട്ടില്ല കേട്ടോ. ആരും പരാജയപ്പെട്ടിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ
ഇത് നിങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന വചനമല്ല, ഇത് നിങ്ങളെ തമ്മിൽ ഐക്യത്തിലാക്കുന്ന വചനമാണ്. ഇത് ബഹളം സൃഷ്ടിക്കുന്ന ഒരു വചനമല്ല, ഇത് സമാധാനം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇതൊരാളെ തകർത്ത് തരിപ്പണമാക്കി ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കുന്ന ഒന്നല്ല. ഇത് നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ ഉന്നതി പ്രാപിക്കാൻ കാരണമാകുന്ന വചനമാണ്. നമ്മൾ ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഉന്നതി പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ. നിയമാവർത്തന പുസ്തകം 28 അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് മുഴുവൻ ഉന്നതി പ്രാപിക്കുന്ന, ഉന്നതി പ്രാപിക്കും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ ഉന്നതി പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ഉന്നതി പ്രാപിക്കും. ഇവിടെയോ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ നമ്മൾ സാധാരണ പോലെ മുന്നോട്ട് പോയാലാ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപാട് പേർക്ക് ഒത്തിരി കഴിവുകളൊക്കെ ഉണ്ട്, വലിയ പുള്ളികളാണ്, പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ ഉന്നതി പ്രാപിച്ചില്ല. ചിലരൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ, ഇവർക്കൊന്നൊരു കഴിവില്ലല്ലോ. അവരൊക്കെ കഴിവില്ല, വലിയ പ്രാപ്തിയൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോയോണ്ട് ഇന്ന് പലരുടെയും മുമ്പിൽ ഉന്നതി പ്രാപിച്ച് നിൽക്കുക. ഇപ്പം നമ്മൾ അവരെ കാണുമ്പോൾ, എൻ്റെ പൊന്നെ, നിങ്ങളെങ്ങനെ ഇത്ര എത്തി, നിങ്ങളെങ്ങനെ ആയി, നിങ്ങളൊരു അത്ഭുതമാകട്ടോ. അത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോയതിൻ്റെ ഉത്തരവാണത്. നിങ്ങളും ദൈവത്തിൻ്റെ വാക്ക് 5, 10, 12 മിനിറ്റ് കേൾക്കാൻ പിശുക്കൊന്നും വിചാരിക്കണ്ട. സമയം പോവില്ലേ, ഇത് കേട്ടിട്ട് എന്നാ കാര്യം? ജീവിതത്തിൽ കയറി വരുന്ന ചില ഉന്നതികളുണ്ട്. അത് വിദ്യാഭ്യാസത്തിലായാലും ബിസിനസ്സിലായാലും ഒരു ഉന്നതി നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ വചനമാണോ നിങ്ങൾ കേൾക്കുന്നത്? ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വരുമ്പോൾ അത് നിങ്ങളെ തകർക്കുകയില്ല, നിങ്ങളെ വളർത്താൻ തുടങ്ങും. നിങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ അത് കാരണമാകും. ശുശ്രൂഷയിൽ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ബിസിനസ്സിൽ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അധ്വാനത്തിൽ, കൃഷിയിടത്തിൽ, വരുമാന മാർഗങ്ങളിൽ എല്ലാത്തിലും ഒന്ന് ഉയരണം, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ചത്ത് കിടന്ന് പണിയെടുത്തു, രാവും പകലുമില്ലാണ്ട് പണിയെടുത്തു, ഓടി നടന്നു, വെപ്രാളം കാണിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. എങ്ങനെയൊക്കെ ചെയ്താലും ശ്രദ്ധിക്കണം, ദൈവവചനം കേട്ട് ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ച് അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങി നോക്കിക്കേ, ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എത്ര വലിയ ആളാകട്ടെ, എത്ര ചെറിയ ആളുമാകട്ടെ, ജീവിതത്തിൽ ഒരു ഉന്നതി പ്രാപിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവങ്ങൾ. അതിൻ്റെ ഒരു കാര്യം എനിക്കറിയാം, പുതിയ വഴികൾ വെട്ടിത്തുറന്ന് മുന്നോട്ട് കയറാൻ അത് കാരണമാവും. പുതിയ വഴികൾ വെട്ടിത്തുറന്ന് ഉന്നതി പ്രാപിക്കാൻ ദൈവം ശക്തിയും കഴിവും തരും. ഉന്നതി പ്രാപിക്കും. ആ വാക്കൊന്ന് വിശ്വാസത്തിൽ പറഞ്ഞ്, ഞാൻ ഉന്നതി പ്രാപിക്കും. ദൈവവചനം കേൾക്കുന്ന എൻ്റെ കുടുംബം ഇങ്ങനെ തകർന്നു കിടക്കില്ല, ഉന്നതി പ്രാപിക്കും. ഞാനിപ്പോൾ പല പരീക്ഷകൾ എഴുതി തോറ്റു പോയിട്ടുണ്ട്, എൻ്റെ വിസ റിജക്റ്റ് ആയിട്ടുണ്ട്, എൻ്റെ പാസ്പോർട്ട് റിജക്റ്റായി, എനിക്കിനി എവിടെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നെഗറ്റീവ് പറയണ്ട, ഇങ്ങനെ പറഞ്ഞോളൂ, ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഞാൻ ഉന്നതി പ്രാപിക്കും. എൻ്റെ മക്കൾ ഉന്നതി പ്രാപിക്കും. പഠിച്ച് ഞാൻ ഉന്നതി പ്രാപിക്കും. അധ്വാനിച്ച് ഞാൻ ഉന്നതി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്നെ ദൈവം തകർത്ത് കുഴിയിലിടുമെന്നല്ല, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ പോകുമെന്നല്ല, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നല്ല, ഉന്നതി പ്രാപിക്കുമെന്നാകട്ടെ. ഉന്നതി പ്രാപിക്കും. നേരെ തിരിച്ച് ഇതൊന്നും കേൾക്കാതെ വിമർശിച്ചും ഇതിനെ കുറ്റം പറഞ്ഞും സമയമില്ല, എവിടെ സമയം, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരാ ജീവിതത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയത്, വീണുപോയത്. ഉന്നതി പ്രാപിക്കാതെ എവിടെയും എത്താതെ, ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക, എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നോ ജീവിതത്തിൽ ആഗ്രഹമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ തുടങ്ങിയതൊന്നും പരാജയപ്പെടില്ല. പ്രാർത്ഥനയോടെ തുടങ്ങിയതൊക്കെ ഉന്നതിയിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തും. പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ തോൽപ്പിക്കാൻ ഒരു തിന്മയ്ക്കും പറ്റത്തില്ല. പ്രാർത്ഥിക്കുവാണ്, കർത്താവേ,
ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉന്നതി പ്രാപിക്കും. അത് ദൈവത്തിൻ്റെ ഈ വാക്ക് ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്ന എല്ലാവരോടുമായി ഒരു ദൂത് പറയുവാണ്. നിങ്ങൾ ഉന്നതി പ്രാപിക്കും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി വരും, നിങ്ങളുടെ മക്കൾ ഉന്നതി പ്രാപിക്കും, പലരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഉന്നതി പ്രാപിക്കും. ചങ്കിൽ ഹൃദയത്തിൽ കരങ്ങൾ വെച്ച് പറയണം, ഞാൻ ഉന്നതി പ്രാപിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഉന്നതി പ്രാപിക്കും, എൻ്റെ ഈ തകർന്നടിഞ്ഞ സാഹചര്യങ്ങൾ മാറും, എൻ്റെ നിലവിലെ അവസ്ഥ മാറും, ഞാൻ ഉന്നതി പ്രാപിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എങ്ങനെ അത്ഭുതകരം ഇവരിൽ വെളിപ്പെടണമേ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ, സന്തോഷവും സമാധാനവും കൊടുക്കണമേ, നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടം, ചതി, വഞ്ചന, നിരാശ, ഡിപ്രഷൻ, നിരാശ, വെല്ലുവിളികൾ സകലതും മാറിപ്പോകട്ടെ. ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സും ഉണ്ടാകട്ടെ. ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സും ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. ഉന്നതി പ്രാപിക്കാൻ ഇടവരട്ടെ. വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഉന്നതി പ്രാപിക്കാൻ ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചെറിയൊരു പദ്ധതി ഉണ്ടെന്നല്ല, വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കും. ഞാൻ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കും. എൻ്റെ കുടുംബം രക്ഷപ്പെടും. ദൈവത്തിൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക, സാധ്യമായ എല്ലാവരിലേക്കും എത്തിക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണാം. നാളെ ശനിയാഴ്ചയാണ്, ഒരുമിച്ച് കാണാം. പ്രാർത്ഥിക്കാൻ നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.